ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പീഡിപ്പിച്ചു. ഒഡീഷ ജലേശ്വറിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് സംഭവം. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബംഗാളിൽ വീണ്ടും അതിക്രൂരമായ പീഡനം. മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത്. മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷകളുമില്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയിലുണ്ടായത്. ഏതാണ്ട് കൊൽക്കത്തയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെയുള്ള ദുർഗാപുരിയിലെ ശോഭാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് ഈ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും കൂടി വൈകുന്നേരം ഹോസ്റ്റലിന് പുറത്തേക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോവുകയായിരുന്നു. ഈ സമയത്ത് ഈ ആശുപത്രിയുടെ സമീപത്തായി ഏതാണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഏതാനും ചെറുപ്പക്കാർ ഏതാണ്ട് 4-5 പേർ അവിടെ കൂടി നിന്നു. ഇവർ ഈ പറയുന്ന പെൺകുട്ടിയെയും ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെയും ആക്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് ആൺ സുഹൃത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇതിലുള്ള ഒരാൾ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചു. അത് വിട്ടുകൊടുക്കുവാൻ വേണ്ടി 3000 രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ പെൺകുട്ടി അടക്കം ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്ത് വിവരമനുസരിച്ച് നൽകിയതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തിയത്. അതേസമയം പ്രതികളെ ഇതുവരെയായിട്ടും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2024 ഈ അവിടെ ആർജേക്കർ ആശുപത്രിയിൽ അവിടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് സമാനമായ MBBS കഴിഞ്ഞ് PG പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആശുപത്രിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരമൊരു പീഡനം ഉണ്ടാകുകയും ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ്. അവളിപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. ഇവിടെ ബംഗാളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വലിയ ചോദ്യമാണ് ഉയരുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ, തൃണമൂൽ നേതാക്കളടക്കം ഇത്തരം കേസുകളിൽ പ്രതികളാകുന്നു. അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന സമീപനം സർക്കാർ സ്വീകരിക്കുന്നു, പോലീസ് സ്വീകരിക്കുന്നു. ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. BJPയുടെ അടക്കം വലിയ ഇടപെടൽ, പൊതുസമൂഹത്തിൻ്റെയും ഇടപെടലുണ്ടാകുമ്പോൾ മാത്രം അന്വേഷണത്തിലേക്ക് കടക്കുന്ന സമീപനമാണ് മമതാ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത്തരം ഓരോരോ നിസ്സംഗ മനോഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള ഒരു കാരണമാകുന്നതും, അല്ലേ? സുരേഷ്, തീർച്ചയായിട്ടും ഈ 24 നോർത്ത് പർഗാനസ് ജില്ലയിലടക്കം അവിടെ പെൺകുട്ടികൾ ക്രൂര പീഡനത്തിന് നിരന്തരം ഇരയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല തലത്തിലുള്ള ഇടപെടലുകൾ BJP അടക്കം നടത്തിയിട്ടും തൃണമൂൽ ഗുണ്ടകൾ തന്നെയാണ്, അല്ലെങ്കിൽ തൃണമൂലിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ പീഡനത്തിൽ പ്രധാനമായും പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ അവർക്കെതിരെയാണ് പരാതി ഉയരുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരം പരാതികൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയാകുമ്പോൾ പോലീസ് കണ്ണടയ്ക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് വേണം വിലയിരുത്തപ്പെടേണ്ടത്. പ്രത്യേകിച്ച് BJP അടക്കം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഈ ആർജേക്കർ ആശുപത്രിയിലടക്കം മെഡിക്കൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷയടക്കം മുൻനിർത്തിക്കൊണ്ട് അന്ന് വലിയ സമരം രാജ്യത്തുടനീളം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കം ഉയർത്തിയതാണ്. അന്ന് പശ്ചിമ ബംഗാൾ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രതിസന്ധി മറികടക്കാൻ നിരവധി ചർച്ചകൾ, ആ സമരങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നിരവധി ചർച്ചകളും അതേപോലെ തന്നെ നിരവധി വാഗ്ദാനങ്ങളും മമതാ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയായിരുന്നു, അവരുടെ ഹോസ്റ്റലുകളിലെ സുരക്ഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ തന്നെയാണ് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്നലെ രാത്രിയിൽ നടന്ന ഈ ഒരു സംഭവത്തോടു കൂടി വ്യക്തമാകുന്നു. അതായത് കൃത്യമായി മമതാ സർക്കാർ അന്ന് ഈ ആർജേക്കർ ആശുപത്രി വിഷയത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാർക്ക് കൃത്യമായ ഉറപ്പ് നൽകിയതാണ്. മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ, പ്രത്യേകിച്ച് വനിതാ വിദ്യാർത്ഥികളുടെ, ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ പ്രഥമ പരിഗണന കടമയാണ് എന്നുള്ളതായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. അത് സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ വലിയ വീഴ്ചയുണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു സുരക്ഷാ വീഴ്ച, സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാക്ക് പാലിക്കപ്പെടാത്തതിൻ്റെ അനന്തര ഫലമാണ് ഇന്നലെ ഉണ്ടായ ഈ ഒരു പീഡനം എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത്. സുരേഷ്, ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. ഒഡീഷ ജലേശ്വറിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ഈ അതിക്രൂരമായ സംഭവം ഉണ്ടായത്. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.